എന്റെ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് 10th-ലും +2-ലും അവൻ എന്റെ കോപ്പി അടിച്ചിട്ട് പാസ്സായി. ഇപ്പൊ എന്നെക്കായും വലിയ പൊസിഷനിലാണ് അവൻ ഇരിക്കുന്നത്. എനിക്ക് അവന്റെ അടുത്ത് അസൂയൊന്നുമില്ല, ബട്ട് എനിക്ക് എന്റെ അടുത്ത് തന്നെ ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, ക്വാണ്ടിറ്റി ഡസൻ ഡിഫൈൻ ക്വാളിറ്റി. അതായത് ഇപ്പം എനിക്ക് അതുണ്ട്, എനിക്ക് 1 million ഫോളോവേഴ്സ് ഉണ്ട്, എനിക്ക് അത്ര വ്യൂവേഴ്സ് ഉണ്ട്, എനിക്ക് ഐഫോൺ ഉണ്ട്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതൊരിക്കലും നമ്മളെന്ന മനുഷ്യന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യാനുള്ളതല്ല. മെസ്സി ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് മെസ്സിയുടെ ടീംമേറ്റ്സ് എല്ലാവരും കൂടി നിന്ന് മെസ്സിനെ സെന്ററിൽ നിർത്തി ആദ്യം മെസ്സി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഇവരെല്ലാവരും ഗ്രൗണ്ടിൽ പ്രവേശിക്കുക. അത് മെസ്സി ഏറ്റവും വലിയ ലെജൻഡ് ആയതുകൊണ്ടോ മെസ്സിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായതുകൊണ്ടോ മാത്രമല്ല, ദേ ലവ് ഹിം. മെസ്സിയുടെ ക്വാളിറ്റീനെ അവർ ഇഷ്ടപ്പെടുന്നു, ആ ഹംബിൾനെസ് അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, മെസ്സിയുടെ അതേ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു ഫുട്ബോളർ, മെസ്സിനേക്കാൾ കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു ഫുട്ബോളർക്ക് ഈ ഒരു കാര്യം ഗ്രൗണ്ടിൽ കിട്ടുന്നില്ല. എത്ര നമ്മൾ അച്ചീവ് ചെയ്താലും എത്ര സക്സസ് ആയാലും നമുക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഫൈനലി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളുടെ ക്വാളിറ്റി, നമ്മുടെ വ്യക്തിത്വമായിരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ കാരണം അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് കുറച്ചു പേരുടെയെങ്കിലും ഹൃദയം നിറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രസൻസിൽ കുറെ ആളുകളൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അതാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഫ്രസ്ട്രേഷനൊക്കെ ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും.